ദേശീയപാതയിൽ മുണ്ടക്കയം 31 മൈൽ ജംഗ്ഷനിൽ സീബ്ര ലൈനുകൾ ഇല്ലാത്തത് കാൽനടയാത്രക്കാർക്ക് ജീവന് ഭീഷണിയാകുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ദിവസേന കടന്നുപോകുന്ന ഇവിടെ ജീവൻ പണയപ്പെടുത്തിയാണ് റോഡ് മുറിച്ചു കടക്കുന്നത്. ദേശീയപാതയിൽ നിരപ്പായ ഭാഗമായതിനാൽ ഈ മേഖലയിൽ വാഹനങ്ങൾ അമിത വേഗത്തിലാണ് കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് 2 സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും സ്കൂൾ സമയങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വേഗത നിയന്ത്രിക്കാനോ കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായ റോഡ് മുറിച്ചു കടക്കാനോ ഉള്ള യാതൊരു സംവിധാനവും ഇവിടെയില്ല. സമീപത്ത് മറ്റ് ജംഗ്ഷനുകളിലെല്ലാം ദേശീയപാത വിഭാഗം സീബ്ര ലൈനുകൾ വരച്ച സുരക്ഷ ഉറപ്പാക്കിയിട്ടും 31 മൈൽ ജംഗ്ഷനെ മാത്രം ഒഴിവാക്കിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അടിയന്തരമായി സീബ്ര ലൈനുകൾ വരച്ച് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും ഈ കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും വാർഡ് അംഗം റോയി കപ്പിൽമാക്കൽ പറഞ്ഞു. ദേശീയപാതയിൽ 31 മൈൽ ഭാഗത്ത് സീബ്ര ക്രോസിംഗ് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നിലവിലുണ്ട്. CMS LP സ്കൂളിലേക്കും അതുപോലെ ME സ്കൂളിലേക്കും കുട്ടികൾ ദേശീയപാത ക്രോസ് ചെയ്യുന്ന സ്ഥലവും അതുപോലെ തന്നെ റോഡ് ആ ഭാഗം വളവും അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് വളവുള്ള ആ ഭാഗത്ത് ബേറ്റിഷേഡിന് മുന്നായിട്ട് സീബ്ര ലൈൻ ഇല്ലാത്ത ഒരവസ്ഥാവിശേഷം നിലവിലുള്ളത് കൊണ്ട് വളരെയധികം അപകട സാധ്യത ഉള്ള സ്ഥലമാണത്. ഈ കാര്യം മേലധികാരികളെ അറിയിച്ചതുമാണ്. അതുപോലെ തന്നെ ജോൺ പോൾ പള്ളിയുടെ ഭാഗത്തും പൈങ്ങര ഭാഗത്തും റോഡ് ക്രോസിംഗ് ഉള്ള സ്ഥലമായതുകൊണ്ട് ആവശ്യമായ നടപടികൾ സീബ്ര ലൈൻ വരയ്ക്കുവാനായിട്ട് ഉണ്ടാവണമെന്ന് മൈരത്തടി വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ സത്വര നടപടികൾ എത്രയും വേഗം അധികാരികൾ കൈക്കൊള്ളണം. ജനപ്രതിനിധി എന്ന നിലയിൽ നാട്ടുകാരുടെ പ്രതിഷേധം പലതവണയും അറിയിച്ചെങ്കിലും നാളിതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ ഉണർത്തിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. എത്രയും പെട്ടെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ട 3 സ്ഥലത്തും സീബ്ര ക്രോസിംഗ് വരച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. റോഡ് മുറിച്ചു കടക്കുവാൻ കഴിയാതെ വിഷമിക്കുന്ന പ്രായമായവർക്കും കുട്ടികൾക്കും പലപ്പോഴും തുണയാകുന്നത് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ്. ഇവർ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് കുട്ടികളെ റോഡ് മുറിച്ചു കടക്കുവാൻ സഹായിക്കുന്നത്. എന്നാൽ ഇത് പ്രായോഗികമായി സ്ഥിര സംവിധാനമല്ലെന്നും അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.